സൈമൺ സീ ഫുഡ്സ്. സൈമൺ സാറോ? പിന്നല്ലാതെ ഒറ്റയ്ക്ക് പോണ്ട, കൂടെ വരാന്ന് പുള്ളി പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. ഈ അഡ്രസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലേ, പിന്നെ നമ്മളൊക്കെ എന്നെ അതിന് ആണായിട്ട് ജനിച്ചത്. എനിക്ക് ഈ ലോഡ്ജും ഹോട്ടലും ഒന്നും പറ്റത്തില്ലാന്നേ. വീടാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനാവാലോ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമായോ? ഇനി ഞാനുണ്ടാവും കുറെ നാള് നിങ്ങളുടെ കൂടെ. പാക്കേജ് ആണോ? ആ, അങ്ങനെയും പറയാം. പക്ഷെ എനിക്കും എടുക്കുമ്പോ ആ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിപ്പോ നമ്മളീ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അതൊക്കെ നിങ്ങൾ സൈമച്ചാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോന്നേ. അല്ല, ഇങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ അങ്കിളാണേ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്നും പോയി. അല്ല, എന്റെ മുറി എവിടെയാ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ധൃതി വെക്കലേ എന്റെ മോനെ, പാക്കേജല്ലേ, സമയമുണ്ട്. ഏഞ്ചൽ, ഡിന്നർ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? വാ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആ റാസ്കലിനെ പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്ന എനിക്ക് കാണണം. നീങ്ങ വന്നേ, നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട. വാ. ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഈ ഓട്ടോക്കാര് പറ്റിച്ച പണിയാ. ഞാൻ ഈ റോസ്വില്ല അന്വേഷിച്ചു വന്നു. ആ കാണുന്നത് റോസ്വില്ല. ഓ, ഈ ഓട്ടോക്കാരുടെ ഓരോ പരിപാടി. മേലെ ഈ ഏരിയ കണ്ട അടിച്ചിന്റെ അവിടെ ഒന്നല്ല 3 എണ്ണം ഉണ്ട്. കൊണ്ടുപോയി തിന്നെ. ആകെ പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. റോസ്വില്ലിലേക്കാ പോണ്ടേ 100 വട്ടം ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞ. അയാള് പറ്റിച്ച പണിയാ. വീട് മാറി കേറിന്നേ. എന്താ എന്താ കാര്യം? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സൈമച്ചാനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഇച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഈ രാത്രി ഞാൻ അങ്ങോട്ട് പോവാനാ. താമസിക്കാൻ വന്നതാ. എന്താ ഇവിടെ? കുട്ടിയാണോ ഫോൺ ചെയ്തത്? ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്താണ് എന്റെ പ്രശ്നം? സാർ, ഞാൻ നീ ഏതാടാ? രാജകുമാരിയില്. രാജകുമാരി ഓരോ വിടക്കൾ ഇറങ്ങിക്കൂടും മനുഷ്യന് പണിയുണ്ടാക്കാൻ. ഞാൻ സൈമച്ചാൻ പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കാൻ അറിയാം. ഫോൺ ചെയ്തിട്ടുണ്ട് കൂടെ. ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യാം. വിസ്കിയും ബിയറും ഫുഡും വിളമ്പി നാട്ടുകാരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് കേക്കിന്റെ കാശ് ചോദിക്കുമ്പോൾ മാത്രം എല്ലാവർക്കും എന്താ ഒരു ഡിലേ? 100 കുറ്റും. എന്താ അനിമ? വാട്ട് ഹാപ്പൻഡ്? സൈമൺ വന്നിരുന്നു. എന്തിന്? ഹലോ, ഞാൻ എബി, സൈമൺ സീ ഫുഡ്സിലെ സൈമച്ചായം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി ഹലോ, പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ, ഇതെന്നെ പോകാന്നേ. ഹലോ, ഞാനൊന്ന് പറയട്ടെ. ഒന്ന് കുഴപ്പമായോ?
ഇതിപ്പോ അയാളുടെ വീടാ. നിന്റെ ഡാഡി അയാൾക്ക് പണയം വെച്ച വീട്. നിനക്കതറിയാലോ. കാശ് ചോദിക്കാനും നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനും കാലം എത്രയായിട്ട് സൈമൺ വരാതിരുന്നത് അയാളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ടാ. ആ സൈമൺ വന്ന് നിർബന്ധിക്കുമ്പോ നോ പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? Tell me. നിങ്ങൾക്ക് എന്താ പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. ആകെ അല്പം സ്വസ്ഥതയുള്ളത് ഈ വീട്ടില. അത് കളയാൻ ആര് പറഞ്ഞിട്ടായാലും അങ്ങനെ ഒരുത്തൻ ഇവിടെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏഞ്ചൽ, no, ഏഞ്ചൽ. അനിമ, 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 ഏഞ്ചൽ, അനിമ, ഏഞ്ചൽ, അനിമ, അനിമ, അനിമ. നീ പോയി ഡോക്ടറെ വിളിക്ക. മെന്റലി സ്ട്രെയിൻ ചെയ്തതിന്റെ നോക്കണ്ട, ഒരു അടി വെച്ചത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഒരു 100 കൂട്ടം പണിയുള്ളപ്പോഴാ. അങ്കിൾ ആ താങ്ക് യു. ആ എന്നിട്ട് എവിടെ? അയാളുടെ മുകളില് ഞാൻ കണ്ട് സംസാരിക്കണോ സൈമനോട്? വേണ്ട, അവനെ ഇവിടെ നിർക്കാൻ ഞാൻ മാത്രം മതി. വെറുതെ വേളത്തിനും നിൽക്കണ്ട. അങ്ങനെ ഒരു പോർഷൻ ഈ വീട്ടിൽ ഇല്ലാന്ന് കരുതിയാൽ മതി. എന്തിനും ഏതിനുള്ള നിന്റെ ഈ എടുത്ത് ചേട്ടമുണ്ടല്ലോ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. 3 പേരോടും കൂടെ പറയുന്നേ. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാനാണോ? അതുപോരാ. എന്നോടൊരാൾ മെഴ്സിയെ കുറിച്ച് അന്വേഷിച്ചു. ഐ മീൻ എ മാരേജ് പ്രപ്പോസൽ. സാമുവലെങ്കിൽ പറയൂ, ആരാ? വൺ മിസ്റ്റർ ജസ്റ്റിൻ. ആളൊരു വിഡോവറാണ്. ഈ സെക്കൻഡ് മാരേജ് ആണെന്ന് വെച്ച് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ആ ബന്ധത്തിൽ അയാൾക്ക് കുട്ടികളോ മറ്റ് ലയബിലിറ്റീസോ ഒന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. മെഴ്സിയെ പള്ളി വെച്ച് അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇനി മെഴ്സിയുടെ സമ്മതമാണ്. സോറി അങ്കിൾ, ലീവ് മീ. മെസ്സിമ, നീ വെറുതെ ഇരി. മെസ്സിമ പ്ലീസ്. നോ ഏഞ്ചൽ, എൻ്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ? വരുന്നയാള് നിന്റെ പപ്പയെ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിലോ? അതെല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഐ നോ, ബട്ട് ഞാൻ ഇവിടുന്ന് പോയാ വയ്യാത്ത അനിമയെ കൊണ്ട് തനിച്ച് നീ എന്ത് ചെയ്യും?